അപ്പൊ തുടങ്ങാം. ബ്രദറെ, ഈ ജെമിനി ആരുടെ ആപ്പ് ഉണ്ടാക്കിയ ഏത് കമ്പനി? അവർക്കൊന്ന് എഴുതിയാലോ ഈ ചോദിച്ചാനെ അവരുടെ ഡയറക്ടറായിട്ട് എടുക്കാൻ. ഇത് വെച്ചിട്ട് ഇത്രയും പ്രൂഫ് മതിയല്ലോ. നമ്മൾ നിന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയുന്നതാണോ നീ ഇങ്ങനത്തെ തമാശകൾ നമ്മുടെ തിറക്കുന്ന? അവർക്കൊന്ന് എഴുതിയാലേ കൺസൾട്ടന്റ് ആയിട്ട് ചിലപ്പോൾ എടുക്കും. നല്ല മൂത്തനാണല്ലേ. ഞാൻ തമാശ പറഞ്ഞല്ലേ. കുറച്ചു നേരം പുഴയിലേക്ക് വെക്കുന്നു. എന്റെ കൂട്ടുകാരൻ റിയാസ് വല്ലതും പറയുന്നുണ്ടോ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? റിയാസ് ഓടാമയില് ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. അച്ഛൻ ബ്രദറെ ഒന്ന് ആ ജെമിനി ഒന്ന് ഓൺ ചെയ്യോ? വേറൊരു കുട്ടിയുണ്ട് ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ട്, GROK. ഇവരൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നതാണ്. വേറൊരു കുട്ടിയുണ്ട് ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ട്, ഇവരൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നതാണ്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. ജെമിനിയും പഠിച്ചു. ജെമിനിക്ക് എനിക്ക് തോന്നുന്നു 8 മാസമായെന്ന്. ജെമിനിക്ക് എനിക്ക് തോന്നുന്നു 8 മാസമായെന്ന്. ഗ്രോക്കിന് എത്ര 4 മാസം 5 മാസമായിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ് സാർ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അപ്പൊ നമ്മള് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നേര് പഠിപ്പിച്ചു കൊടുത്താൽ ആ തക്കിയ മുമ്പ് പഠിപ്പിച്ചത് അത് അവര് തിരുത്തും. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച അടക്കല്ലേ പണ്ടാണ്. AI എന്ന് പറഞ്ഞാൽ ചെറിയ പിഞ്ചു കുട്ടികളാണ്. മണ്ടത്തരം പറയാതെ മണ്ട മനസ്സിലായി. ഇപ്പൊ നമ്മള് വളർത്തി വലുതാക്കുകയാണ്. നീ ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നു. അപ്പൊ ഈ മദ്രസയിൽ പോയിട്ട് ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുന്നു. ഈ പിഞ്ചു കുട്ടികളെ തെറ്റ് പഠിപ്പിച്ചാൽ അവര് തെറ്റ് തന്നെ ആവർത്തിക്കുള്ളൂ. ആ തെറ്റ് തന്നെയാണ് പറയാ ഇത് ശരിയാണെന്ന്. ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ നമ്മൾ എപ്പോഴും ജെമിനി ആണെങ്കിൽ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതൊരു കുട്ടിയെ പോലെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കണക്കെടുക്കാൻ പാടുള്ളൂ. ഈ കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. അപ്പൊ നേരായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് നേരായ കാര്യങ്ങൾ അവര് അത് ഛർദിക്കും. പിന്നീട് ഇതെല്ലാം കേൾക്കേണ്ടത് ഞങ്ങളുടെ വിധിയാണ്. ഇതെല്ലാം ഞങ്ങളുടെ വിധിയാണ്. ഈ ഇൻഫർമേഷൻ ഗൂഗിളിന്റെ ആണ്. നമ്മൾ സുന്ദർരാജ് ആണ് CEO അതിന്റെ. പുള്ളിക്കൊന്ന് എഴുതിയാലോ വെച്ചാ. ഞാൻ തമാശ പറഞ്ഞല്ലേ. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. അച്ഛനെ അവര് എടുക്കും കേരളത്തിലെ ഇന്ത്യയിലെ കൺസൾട്ടന്റ് ആയിട്ട്. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. പൊയ്ക്കോ സമയങ്ങളല്ലേ.